വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ണൂർ കണ്ണാടിപ്പറമ്പിൽ ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞ ആനയെ മയക്കുവെടി വെക്കാൻ ശ്രമം. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. നിരവധി വാഹനങ്ങൾ ആന തകർത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് ആന റോഡിലേക്ക് ഓടുകയായിരുന്നു. പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആന അടിച്ചു പൊളിച്ചിട്ട് കണ്ണാടിപ്പുറം അമ്പലത്തില അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, വലിയ ആശങ്കയുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ. 2 മണിക്കൂറിന് അടുത്തേക്ക് സമയം കടക്കുമ്പോഴും ആനയെ തളയ്ക്കാനായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. മയക്കുവെടി വെക്കാനാണ് നീക്കമെന്നറിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത് ആനയെ തളച്ചു എന്ന ആശ്വാസകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. അർജുൻ, തുടരാം. തീർച്ചയായിട്ടും ആനയെ ഇപ്പോൾ തന്നെ തളക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആനയെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഏകദേശം ഒരു 10:30 കൂടിയാണ് കണ്ണാടിപ്പറമ്പ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കർണൻ എന്നു പേരുള്ള ആന ഇടയുന്നത്. അതിനുശേഷം ആന അവിടെ നിന്നും ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ദൂരത്തേക്ക് സഞ്ചരിക്കുകയായിരുന്നു, ഓടുകയായിരുന്നു. അതിനിടയിൽ മുന്നിലുണ്ടായിരുന്ന ഒരുപാട് വാഹനങ്ങളൊക്കെ തകർക്കുന്ന ഒരവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആനയെ കൊണ്ടുപോകുന്നതിനാവശ്യമായിട്ടുള്ള വലിയ വാഹനം അല്ലെങ്കിൽ അതുൾപ്പെടെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട്, അല്ലെ തളക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ട്. നിങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നാണോ? സംഭവം ഒരു വല്ലാത്ത ആന അടഞ്ഞു. അതെ, നിങ്ങൾ അവിടെ ഓടുന്നുണ്ട്, കണ്ണാടിപ്പറമ്പ് ഓടുന്നുണ്ട് സാധനം. അപ്പോൾ ഒരു കാറ് ചവിട്ടി, ഓട്ടോ ചവിട്ടി. എന്തായാലും വലിയ ആശങ്കാജനകമായ ഒരു സാഹചര്യം ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഒരു ഉത്സവം നടക്കുകയായിരുന്നു. നിങ്ങളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ? നമ്മളിപ്പം വന്നതാണ്. എന്തായാലും നിങ്ങളൊക്കെ വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു? വരുമ്പോൾ ഇവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. പോലീസുകാരെ തടഞ്ഞു. ദൂരം ഓടി വന്നായിരുന്നു. കണ്ണാടിപ്പറമ്പ് അമ്പലത്തിൽ നിന്ന് ഇവിടെ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? ഇപ്പോൾ ഒരു 2 കിലോമീറ്റർ ഉണ്ടാവില്ലേ? അതിലധികം ഉണ്ടാവും. എന്തായാലും അത് തന്നെയാണ്, ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തേക്കാണ് ആന ഓടി സഞ്ചരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ അതിൻ്റെ ഒഫീഷ്യൽസിനോട് സംസാരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാറേ, ഇപ്പോൾ നിലവിൽ എന്തായാലും ഇത് കൺട്രോൾഡ് ആയോ? അറിയില്ല, ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളൂ. എന്തായിരുന്നു നിലവിലത്തെ സ്ഥിതി? എന്താണ്? അവിടെ പിടിച്ചു കെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അവരെ വണ്ടി കയറ്റാൻ വേണ്ടി പോയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിന് ഇപ്പോൾ ഒരു ആശ്വാസം. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ ആനയെ കൊണ്ടുപോകുന്നതിനാവശ്യമായ വാഹനം ഉൾപ്പെടെ നിലവിലിപ്പോൾ ആന നിൽക്കുന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഒരു വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു ക്ഷേത്രോത്സവം കൂടിയാണ് ഈ പറയുന്ന കണ്ണാടിപ്പറമ്പിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവം. അർജുൻ കല്യാടാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത, ആനയെ തളച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അവിടെ ആളുകളെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കടക്കാനാകില്ല. ആന ഇപ്പോൾ തളച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒഴിവായിരിക്കുന്നു. 2 കിലോമീറ്ററിലധികം സഞ്ചരിച്ച ആന എത്തിയെന്നുള്ളതാണ്. വഴിയിൽ കണ്ട വാഹനങ്ങളൊക്കെ തകർത്തു. എന്തായാലും ആളപായമൊന്നുമില്ല. വലിയ ആശങ്കയ്ക്ക് ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. കണ്ണാടിപ്പറമ്പിലാണ് ആന ഇടഞ്ഞത്. ഉത്സവത്തിനെത്തിച്ച ആന ഇടഞ്ഞ് റോഡിലേക്ക് ഓടുകയായിരുന്നു. അർജുൻ, നമുക്കറിയാം അവിടെ ചുറ്റുമതിൽ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ തകർത്തുകൊണ്ടാണ് ഈ ആന ഇറങ്ങി ഓടിയത്.